Hello. Fundamentals of System Software Network and RDBMS Unit 2. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OSI മോഡലിൽ ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ ലെയർ ആൻഡ് ഡാറ്റ ലിങ്ക് ലെയർ. തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നെറ്റ്വർക്ക് മോഡൽസ് ഡിസ്കസ് ചെയ്തു. അതിൽ OSI മോഡൽ എന്താണെന്ന് പറഞ്ഞു. OSI മോഡലിലെ ഓരോ ലെയേഴ്സ് പറഞ്ഞു ഡിസ്കസ് ചെയ്തു. ലെയർഡ് ആർക്കിടെക്ചർ പറഞ്ഞു നമ്മൾ. അതേപോലെ OSI മോഡലിൽ 7 ലെയേഴ്സ് ആണ്. ആ ഓരോ ലെയർ പറഞ്ഞു. ആപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ ആൻഡ് ഫിസിക്കൽ ലെയർ. ഇങ്ങനെ 7 ലെയേഴ്സ് ഉണ്ട്. ആ 7 ലെയേഴ്സ് പറഞ്ഞു. അതിൻ്റെ മെയിൻ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഒന്ന് കേൾക്കാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ ഈ മുകളിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കാണിക്കാം. അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്ലാസ് കേൾക്കാം. അതിനുശേഷം ഇതിലേക്ക് വരാം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനം സ്റ്റോപ്പ് ചെയ്തത് ഫങ്ഷൻസ് ഓഫ് OSI ലെയേഴ്സാണ്. ഓരോ ലെയേഴ്സിൻ്റെ മെയിൻ ഫങ്ഷൻസ് അവിടെ ജസ്റ്റ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു പോയിട്ടുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ഓരോ ലെയേഴ്സും OSI മോഡലിൽ ഓരോ 7 ലെയേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്കൽ ലെയറിൻ്റെയും ഡാറ്റ ലിങ്ക് ലെയറിൻ്റെയും ഫങ്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം കഴിഞ്ഞ തൊട്ട് മുന്നത്തെ നമ്മൾ പറഞ്ഞ അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവസാനം നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ഈ ഒരു സ്ലൈഡിലായിരുന്നു അല്ലേ. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് OSI ലെയറിൽ ജസ്റ്റ് ഒരു മെൻഷനിങ് മാത്രം. എന്താണെന്നുള്ളത് സർഫസ് ലെവലിൽ പറയുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടില്ല, ഏറ്റവും ടോപ്പ് ലെവലിൽ പറയുന്ന സാധനമാണിത്. അപ്ലിക്കേഷൻ ലെയറിൻ്റെത് ദിസ് ലെയർ പ്രൊവൈഡ് ദ സർവീസ് ടു ദ യൂസർ. യൂസർക്ക് വേണ്ടിയുള്ള സർവീസ്. ആരാണോ എൻഡ് യൂസർ അയാൾക്ക് കൊടുക്കുന്ന സർവീസ് കൊടുക്കുന്ന ആളാണിത്. അപ്ലിക്കേഷൻ ലെയറിൻ്റെ മെയിൻ ഡ്യൂട്ടി. വേറെ ഒരുപാട് ഡ്യൂട്ടി ഉണ്ട്, മെയിൻ ഫംഗ്ഷൻ അതാണ്. പ്രസൻറ്റേഷൻ ലെയറിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്ലേഷൻ, കംപ്രഷൻ ആൻഡ് എൻക്രിപ്ഷൻ. ഇപ്പം ഈ എൻഡ് യൂസറും സിസ്റ്റം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്ന കോമൺ ലാംഗ്വേജ് ഇല്ല അല്ലേ. കമ്പ്യൂട്ടർ എന്നാലും അത് ബൈനറി കോഡിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. മനുഷ്യന്മാർ നമ്മളെ ഇംഗ്ലീഷോ മലയാളം അങ്ങനത്തെ ലാംഗ്വേജ്. അപ്പം ആ ഒരു കൺവേർഷൻ നടക്കണം. അതാണ് ഇവിടെ ഈ ഒരു കംപ്രഷൻ ആൻഡ് എൻക്രിപ്ഷൻ എന്നുള്ള വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രസൻറ്റേഷൻ ലെയറാണ് ആ കൺവേർഷൻ നടത്തുന്നത്. യൂസർ ഡാറ്റയും കമ്പ്യൂട്ടർ ഡാറ്റയും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് പ്രസൻറ്റേഷൻ ലെയറിലാണ്. ദെൻ സെഷൻ ലെയറാണ് മൂന്നാമത്തെ ലെയർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ്, മാനേജ് ആൻഡ് ടെർമിനേറ്റ് എ സെഷൻ. രണ്ട് സിസ്റ്റം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അത് ഇപ്പം എയും ബിയും രണ്ട് സിസ്റ്റമാണ്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം, മാനേജ് ചെയ്യണം, അത് ടെർമിനേറ്റ് ചെയ്യണം. ഈ പ്രോസസ്സ് നടത്തുന്ന ഡ്യൂട്ടി ആർക്കാണ്? സെഷൻ ലെയറിനാണുള്ളത്. ദെൻ ട്രാൻസ്പോർട്ട് ലെയർ ഇറ്റ് ഈസ് പ്രൊവൈഡ് റിലയബിൾ മെസ്സേജ് ഡെലിവറി ഫ്രം പ്രോസസ് ടു പ്രോസസ്. ഡാറ്റ കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ആരാണ്? റിലയബിളായിട്ട് ഡാറ്റ ഡെലിവറിങ് ഉറപ്പാക്കുന്ന ആളാണ് ട്രാൻസ്പോർട്ട് ലെയർ. ദ നെറ്റ്വർക്ക് ലെയർ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മൂവിങ് പാക്കറ്റ്സ് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. ഇവിടെ നമ്മൾ പാക്കറ്റ്സ് ആക്കി മാറ്റും, റൂട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. ഒരു ഡാറ്റ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ ഇതിലേക്ക് പോകുമ്പം എങ്ങനെ പോകണം എന്നുള്ള റൂട്ട് സ്പെസിഫൈ ചെയ്യും. ഇതൊക്കെ ആര് ചെയ്യുന്നതാണ്? നെറ്റ്വർക്ക് ലെയർ ചെയ്യുന്നതാണ്. ദെൻ ഡാറ്റ ലിങ്ക് ലെയർ ആണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എറർ ഫ്രീ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ഫ്രെയിംസ്. നമുക്ക് ഡാറ്റ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ ഒന്നിലേക്ക് അയക്കുമ്പം ട്രാൻസ്മിഷൻ എറർ സംഭവിക്കും. കാരണം ഇത് സെൻഡ് ചെയ്യുന്നത് ബിറ്റ്സ് ഫോർമാറ്റിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു 1 അല്ലെങ്കിൽ ഒരു 0 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ എറർ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എറർ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം. എറർ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ എന്ന് പറയും. അതൊക്കെ ചെയ്യുന്ന ആരാണ്? ഈ ഡാറ്റ ലിങ്ക് ലെയർ ആണ്. ദെൻ ലാസ്റ്റ് ഫിസിക്കൽ ലെയർ ആണ്. ഏറ്റവും ലോവസ്റ്റ് ലെയർ ആണ്. ഫിസിക്കൽ മീഡിയം ആയിട്ട് ഏറ്റവും തൊട്ട് നിൽക്കുന്ന ലെയറാണ് ഇത് ഫിസിക്കൽ ലെയർ. ഇതുവഴിയാണ് നമ്മൾ ഇറ്റ് പ്രൊവൈഡ് എ ഫിസിക്കൽ മീഡിയം ത്രൂ വിച്ച് ബിറ്റ്സ് ആർ ട്രാൻസ്മിറ്റഡ്. നമുക്ക് ഒരു വയർഡ് അല്ലെങ്കിൽ വയർലെസ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അത് ത്രൂ ഫിസിക്കൽ മീഡിയം ആണ് എന്നത് ഈ സാധനം ചെയ്യുന്നത്. അപ്പം ഫിസിക്കലി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ആരാണ്? ഫിസിക്കൽ ലെയറാണ്. ഇതാണ് ഒരു സർഫസ് ലെവലുള്ള ഫങ്ഷൻസ്. ഇനി നമുക്ക് ഓരോ ലെയറും ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫിസിക്കൽ ലെയറും ഡാറ്റ ലിങ്ക് ലെയറിൻ്റെയും ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ ലെയറിലേക്ക് പോകാം. സോ ഇതാണ് ഒരു ഫിസിക്കൽ ലെയറിൻ്റെ ഫംഗ്ഷൻ. നമ്മൾ ഒരു പിക്ചോറിക്കലി പറയുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ലെയറാണ് എന്ത്? ഫിസിക്കൽ ലെയർ. ഈ രണ്ട് ഭാഗം കാണാൻ നിങ്ങൾക്ക്. ഈ ഭാഗം സെൻഡിങ് സൈഡാണ്, ഇപ്പുറത്ത് മൗസ് പോയിൻ്റർ കാണുന്ന ഭാഗം റിസീവിങ് സൈഡാണ്. അപ്പോൾ ഡാറ്റ ഇവിടുന്ന് സെൻഡിങ് സൈഡിൽ നിന്ന് ഇങ്ങനെ പോയി ഫിസിക്കൽ മീഡിയത്തിലൂടെ, ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ നമ്മൾ പോയിട്ട് ഇവിടെ എത്തും. ഇതാണ് ഇതിൻ്റെ റിസീവിങ് എൻഡ്. അപ്പം ഫിസിക്കൽ ലെയറിൽ ഒരു എ എന്നുള്ള, ഇപ്പം ഇത് എയും ഇത് ബി ആണെങ്കിൽ എ എന്നുള്ളതിൻ്റെ ഫിസിക്കൽ ലെയറിന് ബി എന്നുള്ളതിൻ്റെ ഫിസിക്കൽ ലെയറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ത്രൂ എ ട്രാൻസ്മിഷൻ മീഡിയം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഡ്യൂട്ടി ഫിസിക്കൽ ലെയറിൻ്റെ. അപ്പം ഫിസിക്കൽ ലെയറിന് തൊട്ട് മുകളിലുള്ളത് എന്താണ്? ഡാറ്റ ലിങ്ക് ലെയർ ആണ്. അപ്പോൾ അവിടെ നിന്നാണ് ഫിസിക്കൽ ലെയറിലേക്ക് ഡാറ്റ വരിക സെൻഡിങ് സൈഡിൽ. റിസീവിങ് സൈഡിലാകുമ്പോൾ നേരെ തിരിച്ചാവും. ഫിസിക്കൽ ലെയറിലേക്കാണ് ഡാറ്റ എത്തുന്നത്, അവിടുന്ന് തൊട്ട് മുകളിലെ ലെയറിലേക്ക്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഇത് എങ്ങനെ പോകുന്നുള്ളത്. തൊട്ട് മുകളിൽ ലെയർ എന്താണ്? ഡാറ്റ ലിങ്ക് ലെയർ ആണ്. അവിടേക്ക് ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ സെൻറ്റർ ഡാറ്റ വരുന്നത് ഡാറ്റ ലിങ്ക് ലെയറിൽ നിന്ന് ഫിസിക്കൽ ലെയറിലെത്തും. ഫിസിക്കൽ ലെയർ നടന്നത് ട്രാൻസ്മിഷൻ മീഡിയം വഴി
റിസീവിങ് എൻഡിലുള്ള സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ ലെയറിലെത്തും, അയാളുടെ ഫിസിക്കൽ ലെയറിന് തൊട്ട് മുകളിൽ ഡാറ്റ ലിങ്ക് ലെയർ, നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് ഡാറ്റ പോവുക. ഇവിടെ കാണിക്കുന്നുണ്ട് ഡാറ്റ ഇവിടെ ഈ ബൈനറി ഫോർമാറ്റാണ് അല്ലേ. ബൈനറി ഫോർമാറ്റ് എന്നാൽ 1ൻ്റെയും 0ൻ്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് ഡാറ്റ ഉണ്ടാവുക. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫിസിക്കൽ മീഡിയം ഉപയോഗിച്ചിട്ട് വയർഡ് ആവാം, വയർലെസ് ആവാം, ഏതും ആവാം, അതുവഴി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവിടെ എത്തുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഡാറ്റ ട്രാൻസ്ഫറിങ് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണുള്ളത്. ദ മെയിൻ ഫംഗ്ഷനാലിറ്റി ഓഫ് ദ ഫിസിക്കൽ ലെയർ ഈസ് ടു ട്രാൻസ്മിറ്റ് ദ ഇൻഡിവിജ്വൽ ബിറ്റ്സ് ഫ്രം വൺ നോഡ് ടു അനദർ നോഡ്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ അത് തന്നെയാണ്. ഫിസിക്കലി ഡാറ്റ ഉള്ളത്, അതായത് ബിറ്റ്സ് ഫോർമാറ്റിലാണ് ഉണ്ടാവുക. അതിന് ഒരു മീഡിയത്തിന് ഒരു നോഡിൽ നിന്ന്, ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് എത്തുക, അതായത് സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്തിക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ. സോ ഇവിടെ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ബിറ്റ്സ് ആണ്, അത് പ്രത്യേകം ഓർത്ത് വെക്കാം. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെയർ ഓഫ് ദി OSI മോഡൽ. നമ്മൾ കണ്ടു ഏറ്റവും താഴെ നിൽക്കുന്ന ലെയറാണ് എന്ത്, OSI മോഡൽ. അതായത് ഫിസിക്കൽ മീഡിയ ആയിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലെയറാണ് എന്ത്, OSI മോഡൽ. ഇറ്റ് എസ്റ്റാബ്ലിഷ്, മെയിൻറ്റെയിൻ ആൻഡ് ഡീആക്ടിവേറ്റ് ദ ഫിസിക്കൽ കണക്ഷൻ. ഫിസിക്കലി ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആക്ടിവേഷൻ ഡീആക്ടിവേറ്റും ചെയ്യുന്നതൊക്കെ ആരാണ്, ഈ ഫിസിക്കൽ ലെയറാണ്. Then it specify the mechanical, electrical and procedural network interface specification. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ്, എങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം, അത് വൈഫൈ ഉപയോഗിച്ചിട്ടാണോ, വയർലെസ് ആണോ, വയേർഡ് ആണോ, ആ സിഗ്നൽ എന്ത് ഫോർമാറ്റിലാവണം, അതെങ്ങനെ പോകണം എന്നുള്ളത്, അതിൻ്റെ സ്പീഡൊക്കെ തീരുമാനിക്കുന്നതൊക്കെയാണ് ഈ ഒരു ഫിസിക്കൽ ലെയറാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ഫംഗ്ഷനാലിറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ലൈൻ കോൺഫിഗറേഷൻ ആണ്. ലൈൻ കോൺഫിഗറേഷൻ എന്നതാണ് ഇതിൻ്റെ ഫിസിക്കൽ എൻഡ് ഓഫ് ഏറ്റവും ഫസ്റ്റ് പറയുന്ന ഫംഗ്ഷൻ. ഇറ്റ് ഡിഫൈൻസ് ദ വേ ഹൗ 2 or more ഡിവൈസസ് ക്യാൻ ബി കണക്റ്റഡ് ഫിസിക്കലി. ലൈൻ കോൺഫിഗർ, നിങ്ങൾ കോൺഫിഗറേഷനിലെ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ പഠിച്ചിട്ടുണ്ടാകും. അതായത് ലൈൻ കോൺഫിഗറേഷൻ എന്നാൽ എയും ബിയും രണ്ട് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. അത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിനെയാണ് എന്ത് പറയുക, ലൈൻ കോൺഫിഗറേഷൻ എന്ന് പറയാം. സോ ഇറ്റ് ഡിഫൈൻസ് ദ വേ ഹൗ 2 or more ഡിവൈസസ് ക്യാൻ ബി കണക്റ്റഡ് ഫിസിക്കലി. ആ ഫിസിക്കൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് എന്ത്, ഇതിന് ഫസ്റ്റ് ഫംഗ്ഷൻ. അതാണ് ലൈൻ കോൺഫിഗറേഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ ഡാറ്റ ട്രാൻസ്മിഷൻ ആണ്. അപ്പം ലൈൻ കോൺഫിഗർ ചെയ്തു, അതായത് ഒരു ഫിസിക്കൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇറ്റ് ഡിഫൈൻ ദ ട്രാൻസ്മിഷൻ മോഡ്, വെദർ ഇറ്റ് ഈസ് സിംപ്ലെക്സ്, ഹാഫ് ഡുപ്ലെക്സ്, ഫുൾ ഡുപ്ലെക്സ് മോഡ് ബിറ്റ്വീൻ ദ 2 ഡിവൈസസ് ഓൺ ദ നെറ്റ്വർക്ക്. ഇവിടെ നിങ്ങളൊരു പേര് കിട്ടും, സിംപ്ലെക്സും ഹാഫ് ഡുപ്ലെക്സും ഫുൾ ഡുപ്ലെക്സും കേട്ടിട്ടോ അതിന് മുന്നേ. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന മോഡാണ്. അപ്പം എയും ബിയും രണ്ട് സിസ്റ്റം, ഒരു കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. സിംപ്ലെക്സ് ആണെങ്കിൽ, സിംപ്ലെക്സ് ആണ് ആ കണക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്ന് ബിയിലേക്ക് മാത്രം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബിന്ന് എയിലേക്ക് മാത്രം. വൺ വേ മാത്രമേ ഡാറ്റ പോകുന്നുള്ളൂ, മറ്റേ വേ എന്തുണ്ടാവില്ല, തിരിച്ച് ഡാറ്റ വരുന്നില്ല. അങ്ങനത്തെ കണക്ഷൻ ആണെങ്കിൽ എന്ന് പറയും, സിംപ്ലെക്സ് എന്ന് പറയും. രണ്ടാമത്തത് ഹാഫ് ഡുപ്ലെക്സ് മോഡ് എന്ന് പറയും. ഹാഫ് ഡുപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എയും ബിയും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ എന്ന് ബിയിലേക്കും നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാം, അതേപോലെ ബിന്ന് എയിലേക്കും ഡാറ്റ സെൻഡ് ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, എന്ന് ബിയിലേക്കും ബിന്ന് എയിലേക്കും നടക്കുന്നത് ഒരേ സമയത്ത് നമുക്ക് നടത്താൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒന്നെങ്കിൽ എന്ന് ബിയിലേക്ക് അല്ലെങ്കിൽ ബിന്ന് എയിലേക്ക്, അങ്ങനെ പറ്റുള്ളൂ. അതിനാണ് ഹാഫ് ഡുപ്ലെക്സ് എന്ന് പറയാം. ഇത് മൂന്നാമത്തെ മോഡാണ് എന്ത്, ഫുൾ ഡുപ്ലെക്സ് മോഡ്. ഫുൾ ഡുപ്ലെക്സ് എന്നാൽ എയും ബിയും രണ്ട് സിസ്റ്റം വെച്ച് കണക്ട് ചെയ്താൽ എന്ന് ബിയിലേക്കും ബിന്ന് എയിലേക്കും നമുക്ക് ഒരുമിച്ച് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഫുൾ ഡുപ്ലെക്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഫോണൊക്കെ ചെയ്യുന്നതൊക്കെ ഫുൾ ഡുപ്ലെക്സ് കണക്ഷൻ എന്ന് പറയും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് സംസാരിക്കാൻ പറ്റും. അതേപോലെ ഈ പോലീസുകാരുടെ കയ്യിലൊക്കെ ഉള്ള വാക്കി ടോക്കി കിട്ടുന്നുണ്ടാവില്ല നിങ്ങൾ, അത് ഹാഫ് ഡുപ്ലെക്സ് ആണ്. അറ്റ് എ ടൈമിൽ ഒരാൾക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, പക്ഷേ അറ്റ് എ ടൈമിൽ ഒരു വേ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. അപ്പം ഈ ട്രാൻസ്മിഷൻ മോഡ് സെറ്റ് ചെയ്യുന്ന ആരാണ്, ഈ ഫിസിക്കൽ ലെയറാണ്. അപ്പം ഈ ട്രാൻസ്മിഷൻ മോഡ് ഒന്ന് ഓർത്ത് വെക്കണം. സിംപ്ലെക്സും ഹാഫ് ഡുപ്ലെക്സും ഫുൾ ഡുപ്ലെക്സ് എന്താണെന്ന് ഓർത്ത് വെക്കുക. സിംപ്ലെക്സ് എന്നാൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഹാഫ് ഡുപ്ലെക്സ് എന്നാൽ 2 വേ ഉണ്ട്, പക്ഷേ പെർട്ടിക്കുലർ ടൈമിൽ ഒരു ഭാഗത്തേക്ക് മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പറ്റുള്ളൂ. ഫുൾ ഡുപ്ലെക്സ് വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരുമിച്ച് എന്ത് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നോക്കണം, എക്സാമിൽ ചിലപ്പോൾ ചോദിക്കുന്നത്. സോ ഇതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ, ഡാറ്റ ട്രാൻസ്മിഷൻ മോഡ്. ആ മോഡ്, ഇതിൽ ഏത് മോഡിലാണ് നമുക്ക് കണക്ഷൻ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അത് സ്പെസിഫൈ ചെയ്യുന്നത് ഈ ഫിസിക്കൽ ലെയറാണ്. ദെൻ മൂന്നാമത്തെ ഫംഗ്ഷനാണ് ടോപ്പോളജി. ടോപ്പോളജി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ടോപ്പോളജി, ഡിഫറെൻറ്റ് ടോപ്പോളജി അല്ലേ, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഹൗ നെറ്റ്വർക്ക് ഡിവൈസസ് ആർ അറേഞ്ച്ഡ് ഇൻ എ നെറ്റ്വർക്ക് അല്ലേ, ഡിവൈസസ് എങ്ങനെയാണ് നമ്മൾ നെറ്റ്വർക്കിൽ അറേഞ്ച് ചെയ്തത്, അതാണ് ടോപ്പോളജി മീൻ ചെയ്യുന്നത്. അപ്പം ഈ ഫിസിക്കൽ ലെയർ ആണ് ഇതിൻ്റെ ടോപ്പോളജി ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ഫിസിക്കൽ ലെയർ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഹബ്ബ്, റിപ്പീറ്റർ, മോഡങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, കേബിൾസ്, നമ്മൾ വയറിങ്ങിന് ഉപയോഗിക്കുന്ന കേബിൾസ്, ഇതൊക്കെ എന്താണ് ഈ ഫിസിക്കൽ ലെയർ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഡിവൈസുകളാണ്. ഡീറ്റെയിൽ ആയിരുന്നു വേണ്ട, എന്താണെന്ന് ഓർത്ത് വെച്ചാൽ മതി.
ദെൻ പ്രോട്ടോകോൾസ്, ഈ ഫിസിക്കൽ ലെയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് റൂൾസാണ് പ്രോട്ടോകോൾസ് എന്ന് പറയാം. RS-232, ATM, FDDI എന്നൊക്കെ പറയും. ബോധർ ചെയ്യേണ്ട, ജസ്റ്റ് കേട്ടാൽ മതി നിങ്ങളിപ്പം. അതൊന്നും എക്സാം ഡീറ്റെയിൽ ചോദിക്കില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക ഇത്രയും പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. അതായത് ഈ പെർട്ടിക്കുലർ ലെയറിൽ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫറിങ്ങിന് ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ് ഈ 3 RS-232, ATM, FDDI എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഫിസിക്കൽ ലെയറിൻ്റെ ഫങ്ഷൻസ്. ഇനി നമുക്ക് രണ്ടാമത് തൊട്ട് മുകളിലെ ലെയറാണ് എന്ത്, ഡാറ്റ ലിങ്ക് ലെയർ. അതിൻ്റെ ഫങ്ഷൻസ് ഒന്ന് നോക്കാം. സോ ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ലെയറിൻ്റെയും നെറ്റ്വർക്ക് ലെയറിൻ്റെയും മിഡിൽ വരുന്നതാണ് എന്ത്, ഡാറ്റ ലിങ്ക് ലെയർ അല്ലേ. ഫിസിക്കൽ ലെയറിൻ്റെയും നെറ്റ്വർക്ക് ലെയറിൻ്റെയും ഇടയ്ക്കാണ് എന്ത് വരിക, ഈ ഡാറ്റ ലിങ്ക് ലെയർ വരിക. ഈ ഡാറ്റ ലിങ്ക് ലെയറിൽ നമ്മളെ കണ്ടൻറ്റ് അല്ലെങ്കിൽ അയക്കാനുള്ള ഡാറ്റ ഉണ്ടാവുന്ന ഫോം എന്ന് പറയുന്നത് ഫ്രെയിംസ് ആയിട്ടാണ്. ഫ്രെയിം എന്താണെന്ന് ഞാൻ തൊട്ടടുത്ത സ്ലൈഡിൽ പറയും. അപ്പം ഡാറ്റ ലിങ്ക് ലെയറിൽ നമ്മുടെ ഡാറ്റൻ്റെ ഫോർമാറ്റ് ഫ്രെയിമാണ്. ഫിസിക്കൽ ലെയറിൽ ബിറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്, അത് തൊട്ട് മുകളിൽ ഡാറ്റ ലിങ്ക് ലെയർ എത്തുമ്പോൾ അത് ഫ്രെയിംസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഹെഡ് ടൈലൊക്കെ ഉണ്ട്. ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡറാണ്, ടൈലർ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക് പോലെയുള്ള ഭാഗം. ഇവിടെ നമുക്ക് മിഡിൽ ഡാറ്റയും ഹെഡും ട്രaileറും. അപ്പം ഇത് സെൻറ്റർ സൈഡാണ്, ഇത് റിസീവർ സൈഡാണ്. അപ്പം സെൻഡ് ചെയ്യുമ്പം നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് ഡാറ്റ ലിങ്ക് ലെയറിൽ എത്തും, അവിടെ വെച്ച് ഫ്രെയിം ആക്കും. ഫ്രെയിമിന് നേരെ ഫിസിക്കൽ ലെയറിലേക്ക് പോകും, ഫിസിക്കൽ ലെയറിൽ നിന്ന് അത് ബിറ്റ്സായി മാറും. ദെൻ ഫിസിക്കൽ മീഡിയം വഴി ഡാറ്റ ഇപ്പുറത്ത് ഇതിലേക്ക് എത്തും, അതിൻ്റെ ഫിസിക്കൽ ലെയറിലെത്തും. അതിൻ്റെ ഫിസിക്കൽ ലെയറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് കണ്ടന്റ് വരുന്നത്. അപ്പം സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എവിടെ ഉണ്ടാവുക, റിസീവർ എൻഡിൽ ഉണ്ടാവുക. അത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നത്. അപ്പോൾ പ്രത്യേകം നോട്ട് വെക്കുക, ഡാറ്റ ലിങ്ക് ലെയറിൽ ഫ്രെയിംസ് ആയിട്ടാണ് നമ്മൾ എന്തുണ്ടാവുക, ഈ ഡാറ്റാസ് ഉണ്ടാവുക. ഓക്കെ, ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ഫ്രെയിംസ്. അപ്പോൾ ദിസ് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി എറർ ഫ്രീ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ഫ്രെയിം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ ആണ് എന്ത് പറയുന്നത്, എറർ ഫ്രീ ട്രാൻസ്ഫറിങ്. ഈ ഡാറ്റ അയക്കുന്നതിൽ ഒരു എറർ ഉണ്ടാകരുത്. കാരണം ഞാനൊരു സീരീസ് ഓഫ് ബൈനറി കോഡ്സ് ആണ് ഇരിക്കുന്നത് അല്ലേ, സീറോസിൻ്റെ 1ൻ്റെയും ഒരു സ്ട്രിങ് ആണ് എന്ത് ചെയ്യുന്നത്, സെൻറ്റർ റിസീവർക്ക് അയക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു 1 ഒരു 0 അങ്ങോട്ടോ മാറിയാലൊക്കെ ഡാറ്റ വലിയ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ എറർ ഉണ്ടാക്കാൻ പറ്റില്ല. എറർ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ. അത് ചെയ്യുന്ന ഈ OSI മോഡലിൽ ഈ എറർ കറക്ഷൻ അല്ലെങ്കിൽ എറർ ഫ്രീ ട്രാൻസ്ഫറിങ് ചെയ്യുന്ന ആളാണ് എന്ത്, ഡാറ്റ ലിങ്ക് ലെയർ. ഇറ്റ് ഡിഫൈൻസ് ദ ഫോർമാറ്റ് ഓഫ് ദി ഡാറ്റ ഓൺ ദ നെറ്റ്വർക്ക്. അത് ഡാറ്റൻ്റെ ആ ഫോം എങ്ങനെയാണ്, ഫോർമാറ്റ് അതായത് ഹെഡും ടൈലറും ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ആരാണ്, ഈ ഡാറ്റ ലിങ്ക് ലെയർ ആണ്. It provides the reliable and efficient communication between 2 or more devices. അപ്പം രണ്ട് ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു മോസ്റ്റ് എഫിഷ്യൻറ്റ് അല്ലെങ്കിൽ റിലയബിൾ ആൻഡ് എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയും എന്താണെന്നുള്ളത് തൊട്ടടുത്ത സ്ലൈഡിൽ. ഈ ഡാറ്റ ലിങ്ക് ലെയേഴ്സ് ആണ്. It is mainly responsible for the unique identification of each device that reside on a local network. അപ്പം ഇതിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷനാണ്. നിങ്ങളെ കമ്പ്യൂട്ടറിൽ ഇപ്പം ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഒരാൾക്ക് അയച്ചു, എൻ്റെ ഒരു ഫ്രണ്ടിന് ഫോട്ടോ അയച്ചു, അത് കറക്റ്റ് അയാളെ മൊബൈലിൽ നിന്ന് എത്തുന്നുണ്ട്, അല്ലാതെ വേറെ ആർക്കും പോകുന്നില്ല അല്ലേ. ഇപ്പോൾ ഞാൻ എൻ്റെ കോൺടാക്ട് വാട്സാപ്പിൽ എൻ്റെ കോൺടാക്റ്റിൽ ഒരാൾക്ക് കറക്റ്റ് മെസ്സേജ് അയച്ചാൽ അത് കറക്റ്റ് അയാൾക്ക് മാത്രം ഡെലിവർ ആവുന്നു, വേറെ ആർക്കും പോകുന്നില്ല. അപ്പം ഈ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു സാധനമുണ്ട്, IP അഡ്രസ് എന്നൊക്കെ പറയും. ഓരോ ഡിവൈസിനും ഒരു കോഡൊക്കെ ഉണ്ട്. ആ കോഡ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അതിന് കാരണമാകുന്നത് ആ കോഡുകൾ ജനറേറ്റ് ചെയ്യുന്നക്കാരാണ് ഈ ഡാറ്റ ലിങ്ക് ലെയർ ആണ്. സോ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഈച്ച് ഡിവൈസ്. അപ്പം ഒരു പെർട്ടിക്കുലർ ഡിവൈസിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആരാണ്, ഒരു നെറ്റ്വർക്കിൽ ഈ ഡാറ്റ ലിങ്ക് ലെയർ ആണ്. അതുകൊണ്ടാണ് കറക്റ്റ് നമ്മൾ അയക്കുന്ന മെസ്സേജ് ആർക്കാണോ അയച്ചത് അയാൾക്ക് തന്നെ കിട്ടാനുള്ള റീസൺ. സോ ഫങ്ഷൻസ് നോക്കാം. ആദ്യത്തെ ഫങ്ഷൻ ഫ്രെയിമിംഗ് ആണ്. നമ്മൾ പറഞ്ഞു ഡാറ്റ ലിങ്ക് ലെയറിൽ നമ്മുടെ ഡാറ്റേൻ്റെ ഫോം എന്താണ്, ഫ്രെയിംസ് ആയിട്ടാണ് ഉണ്ടാവുക. ഫ്രെയിം എന്താണെന്നും പറയാം. ഓക്കെ, അവസാനം സ്ട്രക്ചർ കാണിക്കും അതിൻ്റെ. ദ ഡാറ്റ ലിങ്ക് ലെയർ ട്രാൻസ്ലേറ്റ് ദ ഫിസിക്കൽ റോ ബിറ്റ് സ്ട്രീം ഇൻ ടു പാക്കറ്റ്സ് നോൺ ആസ് ഫ്രെയിം. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ലെയറിൽ ഡാറ്റ എന്ത് ഫോമിലാണ് ഉണ്ടായിരുന്നത്, 1ൻ്റെയും 0ൻ്റെയും ഒരു സെറ്റ് ഓഫ് ഫോർമാറ്റാണ്. അത് നമ്മൾ എന്താക്കും, ഫ്രെയിം ആക്കും. ഫ്രെയിം ആക്കാൻ കുറച്ച് ഗ്രൂപ്പാക്കി മാറ്റും. സോ ഫിസിക്കൽ ലെയറിലുള്ള ബിറ്റ്സ് നമ്മൾ എന്താക്കി, ഫ്രെയിംസ് ആക്കി മാറ്റി ഒരു പാക്കറ്റ്, ഓരോരോ പാക്കറ്റാക്കി മാറ്റുക. പാക്കറ്റ് എന്നാൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മാറ്റാം. ഇതിനെ നമ്മൾ ഫ്രെയിംസ് എന്ന് പറയും. The data link layer adds the header and trailer to the frame. അപ്പം ആ ഫ്രെയിം ആക്കി മാറ്റുന്നതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹെഡിങ്ങും കൊടുക്കും, ഒരു ട്രെയിലറും കൊടുക്കും. ബാക്കിലും സാധനം മുകളിലും താഴെയും കൊടുക്കുന്ന പോലെ എന്ന് പറയും, ഹെഡറും ട്രെയിലറും. The header which is added the frame contains the hardware destination and the source address. അപ്പം ഈ ഹെഡർ എന്നുള്ള ഭാഗത്താണ് നമ്മൾ കൊടുക്കുക, ഈ നമ്മൾ അയക്കാൻ പോകുന്ന ഡാറ്റ എവിടേക്ക് പോകണം,
ഇപ്പോൾ ഞാനൊരു ഡാറ്റ അയക്കുന്നുണ്ടെങ്കിൽ അത് എവിടേക്ക് പോകണം തീരുമാനിക്കുന്നത് അതിൻ്റെ അഡ്രസ്സ്. നമ്മളൊരു എൻവലപ്പിൽ ഇപ്പോൾ നമ്മൾ കത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ടു അഡ്രസ്സ് ചെയ്തു, അതേപോലെ ഫ്രം അഡ്രസ്സ് ചെയ്തു. ഇതേപോലെയുള്ള കണ്ടൻറ്റ് ഇത് സ്റ്റോർ ചെയ്യുന്ന ആളാണ് എന്ത് ഈ ഹെഡർ. ഡാറ്റ എവിടേക്കാണ് പോകേണ്ടത്, നെറ്റ്വർക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഗ്ലോബലി കണക്റ്റഡ് ആണ് സാധനം. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ എന്ത് ചെയ്യണം, ഈ ഡാറ്റ ഡെലിവർ ചെയ്യണം. അപ്പം ടു അഡ്രസ്സും ഫ്രം അഡ്രസ്സും, അതാണ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സും സോഴ്സ് അഡ്രസ്സും. ഇതെവിടെയാണ് ഉണ്ടാവുക, ഈ ഫ്രെയിമിൻ്റെ ഹെഡറിലാണ് ഉണ്ടാവുക. സോ ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്സ്. അപ്പോൾ ഈ പാക്കറ്റ് എന്നുള്ള എഴുതിയ ഭാഗത്താണ് നമ്മളെ ബിറ്റ്സ് ഓഫ് ഡാറ്റ, നേരത്തെ ഫിസിക്കൽ മീഡിയത്തിലുള്ളതിനെ കുറച്ച് കട്ട് ചെയ്ത് കുറച്ച് ഭാഗമേ ഉണ്ടാവുള്ളൂ, മുഴുവൻ ഉണ്ടാവില്ല, കുറച്ച് ഭാഗം. അങ്ങനെ കുറേ ഫ്രെയിംസ് ഉണ്ടാവും ഈ ഡാറ്റ ലിങ്ക് ലെയറിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് ബിറ്റ്സിന് ഇവിടെ ഈ പാക്കറ്റ്സിലുണ്ടാവും. എന്നിട്ട് ഇവിടെ ഹെഡർ എന്ന ഭാഗം കാണാം. ഹെഡറിലാണ് നമുക്ക് ഉണ്ടാവുക ടു അഡ്രസ്സും ഫ്രം അഡ്രസ്സും, അതായത് ഡെസ്റ്റിനേഷൻ അഡ്രസ്സും സോഴ്സ് അഡ്രസ്സും ഈ ഹെഡറിലുണ്ടാവും. ട്രെയിലറിൽ നമ്മൾ മെയിനായിട്ട് എറർ ഉണ്ടോ അല്ലെങ്കിൽ എറർ കറക്ഷൻ ഡിറ്റക്ഷൻ ടൂൾസാണ്. എറർ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും അത് കറക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസമാണ് നമ്മൾ ട്രെയിലറിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ആഗ്രഹം ചെയ്യുന്ന ആരാണ്, ഈ ഡാറ്റ ലിങ്ക് ലെയർ ആണ്. ഇപ്പോൾ ഡാറ്റ ലിങ്ക് ലെയർ നമ്മൾ കിട്ടുന്ന ഡാറ്റനെ ഫ്രെയിംസ് ആക്കി മാറ്റും. ഫ്രെയിംസ് ആക്കി നമ്മൾ സ്മോൾ പാക്കറ്റ്സ് ആക്കി മാറ്റാം. പ്ലസ് അതിൻ്റെ കൂടെ നമ്മളൊരു ഹെഡറും ഒരു ട്രെയിലറും ആഡ് ചെയ്യുന്നുണ്ട്. ഹെഡറിൽ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് അതേപോലെ സോഴ്സ് അഡ്രസ്സൊക്കെ ഉണ്ടാവും, എവിടേക്ക് പോകണം എവിടേക്ക് വരണം എന്നുള്ളത്. ട്രെയിലറിൽ എറർ ഉണ്ടെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പം എറർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഡാറ്റ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെക്കാനിസം ആഡ് ചെയ്യും. അതാണ് ഈ ട്രെയിലറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എക്സാമിന് ചോദിച്ചാൽ ഇത് ഫ്രെയിമിംഗ്, ഇതാണ് ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. ഹെഡർ, ദെൻ കണ്ടൻറ്റ് ഡാറ്റ എന്താണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അത് പാക്കറ്റ്സിൻ്റെ അകത്ത്, ദെൻ ട്രെയിലറിൽ എറർ കറക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം. ഓക്കെ, ദെൻ ഫിസിക്കൽ അഡ്രസ്സിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. The data link layer had a header to the frame that contained a destination address. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അത് നമ്മൾ ഡാറ്റ ഫ്രെയിമിൽ ഡാറ്റ ലിങ്ക് ലെയർ എന്ത് ചെയ്യും, ഒരു ഹെഡർ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കൊടുക്കും, ഈ പെർട്ടിക്കുലർ കണ്ടൻറ്റ്, ഈ പെർട്ടിക്കുലർ ഡാറ്റ എവിടേക്ക് പോകണം എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ്. The frame is transmitted to the destination address mentioned in the header. നമ്മൾ കത്തൊക്കെ എഴുതുന്ന പോലെ കത്തിൽ ടു അഡ്രസ്സ് കൊടുത്താൽ ആ അഡ്രസ്സിലേക്ക് കത്ത് പോകും. അതേപോലെ ഈ ലെയറിൽ വെച്ചിട്ട് നമ്മൾ ഹെഡറിൽ ആഡ് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ പെർട്ടിക്കുലർ ഡാറ്റ പോകുന്നത്. ദെൻ രണ്ടാമത്തെ വേറൊരു ഫംഗ്ഷനാണിത് ഫ്ലോ കൺട്രോൾ. പേരിൽ തന്നെ ഉണ്ട് ഫ്ലോ കൺട്രോൾ. ഡാറ്റയുടെ ഫ്ലോ കൺട്രോൾ ചെയ്യാം. ഇപ്പം സപ്പോസ് രണ്ട് ഡിവൈസ് ഉണ്ടെന്ന് വെച്ചാൽ എയും ബിയും. എ നല്ല ഹൈ കപ്പാസിറ്റി ഉള്ള ഡിവൈസ്, ബി കുറച്ച് സ്ലോ ഡിവൈസാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തൊരു പ്രശ്നമുണ്ടോ, കാരണം എ അയക്കും ഭയങ്കര, ഇപ്പം ഒരു സെക്കൻഡിൽ 10 ഡാറ്റ അയക്കുന്നുണ്ടെന്ന് വിചാരിക്കാം, അങ്ങനെ വിചാരിക്കാം എൻ്റെ ഡേറ്റ്. അപ്പം ബിക്ക് പക്ഷേ ആക്സെപ്റ്റ് ചെയ്യാൻ പിന്നെ കപ്പാസിറ്റി ഒരു സെക്കൻഡിൽ 5 ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടല്ലേ. എ കണ്ടിന്യൂസ് ആയിട്ട് 10 എണ്ണം അയക്കും, ബി പക്ഷേ 5 എണ്ണം ആക്സെപ്റ്റ് ചെയ്യാനേ കഴിവുള്ളൂ, അത്രയും സ്ലോ ആണ്. അപ്പം കുറേ ഡാറ്റ എ അയക്കുന്നത് 5 അല്ലെ 10 ഡാറ്റ അയക്കുന്നതിൽ 5 എണ്ണം റിസീവ് ചെയ്യും, ബാക്കി 5 എണ്ണം എന്തായി പോകും, മിസ്സായി പോകും. അപ്പം അങ്ങനെ ഉണ്ടാവരുത്. എയും ബിയും ഒന്ന് സ്ലോയും ഒന്ന് ഫാസ്റ്റും ആണെങ്കിൽ അത് തമ്മിൽ ഒരു ഇക്വിലിബ്രിയം, അതായത് ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡിലൊരു പോളിസി ഉണ്ടാവണം. രണ്ടാൾക്കും ഡാറ്റ മിസ്സാവാത്ത രീതിയിൽ വേണം ഡാറ്റ അയക്കാൻ. അപ്പം എൻ്റേത് 10ഉം ബീൻ്റേത് 5ഉം ആണെങ്കിൽ നമുക്ക് 10ൽ ഒരിക്കലും ഡാറ്റ അയക്കാൻ പറ്റില്ല, കാരണം ബിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ബീൻ്റെ കപ്പാസിറ്റി എത്രയാണ്, 5 ആണ്. അപ്പം എന്ന് ബിന്നിലേക്ക് നമുക്ക് ഡാറ്റ അയക്കുമ്പോൾ അത് ഫ്ലോ കൺട്രോൾ ചെയ്തിട്ട് എത്രയാക്കണം, 5 എന്നുള്ള ആക്കണം, അതായത് 5 ഡാറ്റ പെർ സെക്കൻഡ്, ഒരു യൂണിറ്റ് എക്സാമ്പിൾ. അപ്പോൾ അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റ അയക്കാൻ പറ്റുള്ളൂ. അത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്, ഫ്ലോ കൺട്രോൾ. ഓക്കെ, സോ ഈ ഡാറ്റ ലിങ്ക് ലെയർ ആണ് ഈ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞത്. So flow control is the main functionality of the data link layer. It is the technique through which the constant data rate maintained on both the side. എയും ബിയും ഡാറ്റ അയക്കുമ്പം അവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഡാറ്റ റേറ്റ് പെർ സെക്കൻഡിൽ എത്ര ഡാറ്റ അയക്കും എന്നുള്ള ആ സ്പീഡ് അത് മെയിൻറ്റെയിൻ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്, ഈ ഡാറ്റ ലിങ്ക് ലെയർ ആണ്. അതിനാണ് നമ്മൾ ഫ്ലോ കൺട്രോൾ എന്ന് പറയാം. സോ ദാറ്റ് നോ ഡാറ്റ ഗെറ്റ് കറപ്റ്റഡ്. കാരണം ഈ ഫ്ലോ കൺട്രോൾ ഇല്ലെങ്കിൽ, ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞു, എ 10 ആണ് കപ്പാസിറ്റി, ബീൻ്റെ 5 ആണ്. അപ്പം എ 10 ബിക്ക് അയച്ചു കഴിഞ്ഞാൽ ബാക്കി 5 എണ്ണം എന്തായി പോകും, മിസ്സായി പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്ലോ കൺട്രോളിങ് നടത്തും. സോ ഇറ്റ് എൻഷ്യൂർ ദാറ്റ് ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷൻ സച്ച് ആസ് എ സെർവർ വിത്ത് ഹയർ പ്രോസസ്സിംഗ് സ്പീഡ് ഡസ് നോട്ട് എക്സീഡ് ദ റിസീവിംഗ് സ്റ്റേഷൻ വിത്ത് ലോവർ പ്രോസസ്സിംഗ് സ്പീഡ്. അപ്പം 2 സ്പീഡുള്ള ഡിവൈസ് ആണെങ്കിൽ അത് രണ്ടും എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് റേറ്റ് കൺട്രോൾ ചെയ്തിട്ട് രണ്ടാൾക്കും ഡാറ്റ കറപ്റ്റ് ആവാതെ ലോസ് ആവാത്ത രീതിയിലുള്ള ഡാറ്റ അയക്കണം. അത് കൺട്രോൾ ചെയ്യുന്നതിനാണ് പറയുക ഫ്ലോ കൺട്രോൾ എന്ന് പറയും. അത് ചെയ്യുന്നത് ഈ ഡാറ്റ ലിങ്ക് ലെയർ ആണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഫംഗ്ഷൻ. ദെൻ മൂന്നാമത്തത് മെയിൻ ഫംഗ്ഷനാണ് എന്ത്, എറർ കൺട്രോൾ.
അപ്പോൾ നിങ്ങളൊരു ഡാറ്റ അയച്ചിട്ട് ആ അയക്കുന്ന ഡാറ്റ തന്നെ എന്ത് ചെയ്യണം, കറക്റ്റ് റിസീവറിൽ എത്തണം. എന്നാൽ മാത്രമേ അത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആവുള്ളൂ അല്ലേ. കാരണം ഡാറ്റ അയക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാരണം ഇത് ഫിസിക്കൽ മീഡിയത്തിലൂടെ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണ്, ബിറ്റ്സ് ആണ്. ബിറ്റ്സ് എന്നാൽ 1ഉം 0ൻ്റെയും കോമ്പിനേഷനാണ്. നിങ്ങളൊരു ഹായ് എന്ന് എഴുതിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ BSc ഫിസിക്സ് എന്ന് എഴുതി വിചാരിക്കാം. അപ്പോൾ ബിക്ക് ഒരു വലിയ കോഡ് ഉണ്ടാവും, ഒരു ബൈനറിയിലാക്കി കൺവേർട്ട് ചെയ്ത് കോഡ് ഉണ്ടാവും. BS അങ്ങനെ ഓരോ ലെറ്ററിനും ഒരു ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് വലിയ കോഡ് ഉണ്ടാവും. അപ്പം BSc ഫിസിക്സ് എന്നാൽ തന്നെ വലിയൊരു സെറ്റ് ഓഫ് കോഡായി, അതായത് ഇൻ ബൈനറിയിൽ കുറേ നമ്പേഴ്സ് ഉണ്ടാവും, 0ഉം 1ൻ്റെയും വലിയൊരു കോമ്പിനേഷനുണ്ട്. അത് ഫിസിക്കൽ മീഡിയത്തിലൂടെ അയക്കുമ്പോൾ ഒരു 1ഓ 0 അങ്ങോട്ടോ മാറിയാൽ ചിലപ്പം എൻ്റെ ഡാറ്റ തന്നെ കറക്റ്റായി പോകും. അപ്പോൾ ഈ ഡാറ്റ അയക്കുമ്പം എറർ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അല്ലെങ്കിൽ അയക്കുന്ന ഡാറ്റ മൊത്തം ലോസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മൊത്തം കറക്റ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്, ഈ ഡാറ്റ ലിങ്ക് ലെയർ ആണ്. എറർ കൺട്രോൾ, എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ എന്നൊക്കെ പറയും അതിന്. ഓക്കെ, അപ്പം എറർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇറ്റ് അച്ചീവ് ബൈ ആഡിങ് കാൽക്കുലേറ്റഡ് വാല്യൂ CRC, cyclic redundancy check, that is placed in the data link layer trailer, which has added to the message frame before it sent the physical medium. നമ്മൾ നേരത്തെ ഫ്രെയിം പറഞ്ഞപ്പം പറഞ്ഞില്ലേ, ഹെഡർ, പാക്കറ്റ്സ്, ദെൻ ട്രെയിലർ, T എന്ന് പറഞ്ഞ സാധനം കണ്ടായിരുന്നു. ആ ഭാഗത്താണ് ഈ എറർ കൺട്രോളിനുള്ള മെക്കാനിസം ഉപയോഗിക്കുന്നത്. CRC, സൈക്ലിക് റിഡൻഡൻസി ചെക്ക് എന്ന് പറയും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അല്ലെങ്കിൽ ഒന്ന് നോക്കുക. അത് ഈ എറർ ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാനാണ്. ഡാറ്റ റിസീവറിൽ എത്തിക്കഴിഞ്ഞാൽ എറർ ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ്. ചെറിയ കാൽക്കുലേഷനാണ്. ഒന്ന് അറിയില്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഈ കാര്യം ഒരു CRC നമ്മൾ എവിടെ ആഡ് ചെയ്യും, ഈ ട്രെയിലറിൽ ആഡ് ചെയ്യും. CRC എന്ന് പറഞ്ഞാൽ എറർ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു മാത്തമാറ്റിക്കൽ മെക്കാനിസമാണ്. ഓക്കെ, സൈക്ലിക് റിഡൻഡൻസി ചെക്ക് എന്ന് പറയും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എവിടെ ആഡ് ചെയ്യും, ട്രെയിലറിൽ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ റിസീവർ എൻഡിൽ ഈ ട്രെയിലർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡാറ്റ വന്ന പാക്കറ്റിന് ഡാറ്റയ്ക്ക് എന്തെങ്കിലും എറർ ഉണ്ടോ ഇല്ലേ നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഐഡിയ. ഓക്കെ, സോ എറർ കൺട്രോൾ ചെയ്യുന്നതും ഈ ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷനാണ്. If any error seems to occur, then the receiver sends the acknowledgement for the transmission of the corrupted frame. അപ്പം റിസീവർ എൻഡിൽ ഈ ട്രെയിലർ നോക്കിക്കഴിഞ്ഞാൽ എറർ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞു, യൂസിങ് ദി CRC. അപ്പം എറർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, റിസീവർ പറയും ഈ സെൻഡ് ചെയ്ത ആളുകൊണ്ട് ദർ ഈസ് ആൻ എറർ ഒക്കേർഡ് ഇൻ ദ ഫ്രെയിം. അപ്പം അത് ഒന്നെങ്കിൽ എറർ മാറ്റിയിട്ട് പുതിയ ഡാറ്റ അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ എറർ കറക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം പറഞ്ഞു കൊടുക്കും. ഡിപ്പെൻസ് ആണത് സിസ്റ്റത്തിൻ്റെത്. ഓക്കെ, അപ്പം ഇതാണ് ഇതിൽ നടക്കുന്ന എറർ കൺട്രോളിങ്. അപ്പം എറർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിലറിൽ ഒരു കണ്ടൻറ് ആഡ് ചെയ്യും, ഒരു കാൽക്കുലേറ്റഡ് വാല്യൂ ഉണ്ട്, CRC എന്ന് പറയും, അത് ആഡ് ചെയ്ത് കൊടുക്കും. റിസീവർ ഈ വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ എറർ ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ റിസീവർ എൻഡിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, സെൻഡർക്ക് ഇൻഫോം ചെയ്ത് കൊടുക്കും, ദർ ഈസ് ആൻ എറർ ഒക്കേർഡ് ഇൻ ദി ട്രാൻസ്മിഷൻ ഓഫ് ദിസ് ഫ്രെയിം, സോ കൈൻഡ്ലി റീസെൻഡ് ദ ഡാറ്റ. ആ ഡാറ്റ അയച്ച ഫ്രെയിം നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ റീസെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതാണ് ഈ എറർ കൺട്രോൾ മെക്കാനിസം. ദെൻ ആക്സസ് കൺട്രോൾ. ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ when 2 or more devices are connected to the same communication channel, then the data link layer protocol are used to determine which device has control over the link at a given time. അപ്പം ഒരു പെർട്ടിക്കുലർ കണക്ഷനിൽ കുറേ ഡിവൈസുകൾ ഒരുമിച്ചുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പം ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരാൾക്ക് ഡാറ്റ അയക്കണമെങ്കിൽ അയാൾക്ക് മാത്രമേ ആ ചാനൽ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം എയും ബിയും തന്നെ വിചാരിക്കാം. ഇപ്പം എയും ബിൻ്റെ ഇടയ്ക്കൊരു ലൈൻ കണക്ഷൻ ഉണ്ട്. എ ബിക്ക് ഡാറ്റ അയക്കുന്നു, സെയിം സമയത്ത് ബി സിക്ക് അയക്കാൻ നോക്കുകയാണ്. അവിടെ ഒരു കൊളീഷൻ വരാൻ ചാൻസ് ഉണ്ട്. ആ ഫിസിക്കൽ മീഡിയം ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഡാറ്റ അയക്കുമ്പം കൺട്രോൾഡ് മാനറിൽ അയച്ചിട്ടില്ലെങ്കിൽ അവിടെ ഒരു കൊളീഷൻ വരും. ഡാറ്റ കൊളൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കൊളൈഡ് ചെയ്താൽ ഡാറ്റ എറർ ഉണ്ടാവും. അപ്പോൾ ആ എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്കിൽ ആർക്കാണ് ഡാറ്റ അയക്കാൻ പെർമിഷൻസ് ഉള്ളത് അത് സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയാം ആക്സസ് കൺട്രോൾ. ഓക്കെ, പെർട്ടിക്കുലർ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിലേക്ക് ഒരു ഡിവൈസിന് നമ്മൾ ആക്സസിങ് കൊടുക്കുക, അതാണ് ആക്സസ് കൺട്രോൾ. അത് കൺട്രോൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ടൈമിൽ. ദെൻ ഈ പെർട്ടിക്കുലർ ലിങ്ക് ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് സ്വിച്ച്, ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്നത്. ഒന്ന് നോക്കുക എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നില്ല, സ്വിച്ചും ബ്രിഡ്ജും എന്താണെന്ന് നോക്കാം. ദെൻ ഡാറ്റ ലിങ്ക് ലെയർ പ്രോട്ടോകോൾസ്, ഈ പെർട്ടിക്കുലർ പ്രോട്ടോകോൾ ഈ ലെയറിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾസ് ആണ് HDLC, SDLC, BSC ആൻഡ് LAP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം SIL ചോദിക്കുന്ന ഒരു സാധനമാണ് OSI മോഡലും അതിൻ്റെ ഫംഗ്ഷൻസും. അപ്പോൾ നമ്മളിന്ന് ആകെ ഡിസ്കസ് ചെയ്തത് ഫിസിക്കൽ ലെയറിൻ്റെയും ഡാറ്റ ലിങ്ക് ലെയറിൻ്റെയും ഫംഗ്ഷൻസ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം, നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.